കയറി കയറി നീ കയറിക്കോളാം, ബാക്കിൽ കയറി. ബൈക്കിലുണ്ടോ സ്ഥലം? ഇല്ല ഇല്ല ഇല്ല, അവിടെ ഇരുന്നു. കയറി കയറി. ഫ്രണ്ടിൽ കയറി, ഇവിടെ കയറി. എല്ലാവരും ഹായ് ഹായ് പറ. ഞങ്ങളുടെ മെമ്പറാണ് LDF-ന്റെ. ரோஸ் மில்க்ண்ணே, சில்லுண்ணம்மா, லெமன் ஜூஸ், ஜம்முன்னு வெல்கம் டீ. ഇതാണ് ഞങ്ങളുടെ ക്യാപ്റ്റൻ, ആ ഡ്രൈവർ. പന്നിയൊന്നും ഇതിനകത്തില്ല. നമ്മുടെ അപ്പുറം ഇപ്പുറം കിടന്നവരെല്ലാരും പോയ ആലപ്പുഴ വള്ളംകളിയുടെ ഫിനിഷിംഗ് പോയിന്റാണ്. ആ ഗാലറിയാണ് നേരെ കാണുന്നത്. ഇവിടെ കാണുന്നത് നെഹ്റുവിന്റെ സ്റ്റാച്ചു. പുന്നമടക്കായലിൽ വള്ളംകളി നടക്കുന്ന സ്ഥലമാണ്. ഡൽഹിയില എൻ്റെ സുഹൃത്ത് ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. പുള്ളി ഡൽഹി വിട്ട് നാട്ടിലെത്തി. അന്നേരം ഹൗസ് തന്നെ വിളിച്ചു, ഞങ്ങൾക്ക് ആലപ്പുഴ ഞങ്ങൾ വരുന്നു, ഹൗസ് ബോട്ടിൽ പോകുന്നു, വാ. അങ്ങനെ ഞാനും എത്തി. എല്ലാവരും കൂടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ചോറിനെന്താണ് ഇഷ്ടമെന്നറിയോ? അത് മാർച്ച് 29 ഇതായിരുന്നു, ഇലക്കത്തായിരുന്നു ചോറ്. മാർച്ച് 29 നമുക്കടുത്തോളൂ. ഞാൻ അവിടെ പോയിരുന്നു. വേറെ സ്ഥലത്തൊക്കെ പപ്പടം പഴം പായസം എല്ലാം ഉണ്ടായിരുന്നു. അവിടെ ഭക്ഷണങ്ങളായിട്ട് നടക്കുന്നതിൻ്റെ സാമ്പാർ, കടുവാങ്ങ, അതേ ഉള്ളൂ അവിടെ. ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എവിടെ പോയി? ബാക്കിയുള്ളവരൊക്കെ എവിടെ പോയി? അങ്ങനെയല്ല, അല്ലല്ല, നീ എങ്ങനെയാണ് കൺവിൻസ് ചെയ്യിപ്പിക്കണം. ഇതാണ് സിനിമ. സിമ്പിൾ ആയിട്ട് കാണിക്കും എല്ലാരെയും.
വെള്ളം കുപ്പി വെള്ളം കുപ്പി വെള്ളം അടിക്കും പാനി ഒരു ആറപ്പടമാണ് കാലാപ്പാനിയാ എടുത്തു പോയി മോനപ്പാ ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് അതെ എന്നോട് പറഞ്ഞു പോരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നാളെ പോലെ പോരാൻ പറഞ്ഞു എൻ്റെ കൂടെ. ചുമ്മാ ഇരിക്കുകയല്ലേ വീട്ടിൽ, വലിയ ആനപ്പണിയൊന്നുമില്ല, കട്ടിപ്പണിയൊന്നുമില്ല. എടുത്തോളാൻ പറഞ്ഞു. മോനപ്പാ നാളെ തൊട്ട് ഡ്യൂട്ടി ജോയിൻ ചെയ്യുക. മോനപ്പൻ ഒരു വാക്ക് പറയാണ്, നാളെ പോലെ എൻ്റെ കൂടെ മോനപ്പം പറഞ്ഞു പറഞ്ഞു എന്നോട് പറഞ്ഞൊന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോളാം. മോനപ്പം നാളെ തൊട്ട് വന്നു ഡ്യൂട്ടിക്ക് വന്നോ? പിന്നെ അടിപ്പിക്കുമ്പോൾ കയറൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കണം. ആ ഒരു നിശ്ചിത സമയത്തുള്ള വർക്കല്ലേ? എത്ര മണിക്ക് ഫ്രീ ആവും? 5 മണിയാകുമ്പോൾ 5 മണിയാകുമ്പോൾ ഫ്രീ ആവും. പിന്നെ ഗ്രാൻഡായിട്ട് ഉണ്ടെങ്കിൽ അത് 5 മണിയാകുമ്പോൾ ഫ്രീ ആവും. നമ്മൾ വീട്ടിൽ പോകാനൊക്കെ. എന്താണ്? ചിക്കനാണോ? ചിക്കൻ കറി, ലാലച്ചൻ്റെ ചിക്കൻ കറി. നിങ്ങളുടെ കണക്ക് പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല കേട്ടോ, നമ്മൾ വീട്ടിൽ കറി വെക്കുന്നു. എന്നാലും ടേസ്റ്റ് ഉണ്ടാവും. വീഡിയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ മനസ്സിലാക്കുക. അത് മസാല വെച്ച് വെക്കുന്നു. ഈ പാടത്തിന്റെ ഒരു ചരിത്രം ഉണ്ടല്ലോ, കൈനഗിരിയാണ്. കൈനഗിരിയാണ് ഈ പറയാം കാണുന്നത്. കൈനഗിരിയിലെ അപ്പുറത്തെ സൈഡിലാണ് വയൽ. കൈനഗിരി കുട്ടമംഗലം എന്ന് പറയുന്നത്. കുട്ടമംഗലം കൈനഗിരി കുട്ടമംഗലം. ആ ഇനി അടുത്തത് വേമ്പനാട്ട് കായലാണല്ലേ. ഈ ബോട്ടിന് അകത്തുള്ള ബെഡ്റൂമാണ്. AC റൂമാണ്. തന്നെ അറ്റാച്ച് ബാത്റൂമുണ്ട്. നീ ഇത്രേ ഉള്ളൂ, ഒരു വലിയ വേണം. നായോ ഞാൻ വെച്ചിട്ട് പറയടാ. വെച്ച് പാട്ട് പാടാൻ പറഞ്ഞു. പറയാൻ പറഞ്ഞു. അയ്യോ അതല്ല പാട്ടല്ലത്. ഇവനെന്തോ നന്മയുള്ള കാത്തിരുന്ന് കാണുക കാണാൻ തോന്നുന്നുണ്ടേ. അതൊന്നും പാട്ടല്ല, സിനിമയിലെ പാട്ട് വേണം. സിനിമയിലെ പാട്ട് മിന്നലഴകേ നിന്റെ മഴകേ നിലാമഴയിൽ നനയുമഴകേ മെല്ലെ മെല്ലെ നീ അണയാമോ? അണയാമോ?
ഈ മറ്റേതിലായിരുന്നു എല്ലാരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. ഇതിനകത്ത് ആരും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അതെ, അതിനകത്ത് എല്ലാരും കൂടെ പറയുന്നുണ്ടല്ലോ. പാട്ട് തപ്പ വന്നു പോണ്ട് എന്റെ പേര് ഞാനത് കുടിക്കാനാന്ന് വിചാരിച്ചോ. കഴിച്ചോണ്ടിരുന്നോ? എല്ലാരും ഫോട്ടോ എടുക്കാൻ ചോറുണ്ടാച്ചു അടുത്ത മണിക്ക് മറ്റേ പുള്ളിയില്ലേ കഴിച്ചില്ലല്ലോ സാമ്പാറാണ്. അത് ഈ ചാവറ മനുഷ്യന് ഉടുപ്പ് മാറ്റേ. ഞാൻ പയർ കൂട്ടി ചിക്കൻ കഴിയാൻ കരിമീൻ ഇതുണ്ട്. അത് ഒരെണ്ണം എടുത്താൽ മതി, രണ്ടെണ്ണം എടുക്കണം. പാത്രത്തിലൊന്നും മസാല പറ്റിയെന്നൂടെ പറ. മസാല വരട്ടിയ ആള് എവിടെ അടുത്ത് എന്റെ അടുത്ത് മസാല ഏറ്റല്ലേ? ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ഇപ്പൊ ഇത് കൂട്ടാൻ ആൾക്കാരില്ലെങ്കിൽ അത് പറഞ്ഞാലും ഇല്ല അല്ലേ? അല്ല, കൂട്ടാൻ ആൾക്കാരില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അത് തന്നെ. അവര് നോക്കിയപ്പോ അതിനകത്ത് കുറവ് വരുന്നു, അതുകൊണ്ട് അങ്ങ് വെച്ചിട്ട് പോയത്. അല്ലെങ്കിൽ നിങ്ങളുടെ കല്യാണത്തിന് പപ്പടം വിളമ്പിയില്ലെന്ന് വേണ്ട. അതാണ് സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത്. തല ഓ, നിങ്ങളങ്ങ് കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ വെറുതെ ഇനി അത് പറന്ന് വെള്ളത്തിൽ പോണം. പപ്പടവും കരിമീനും ഒക്കെ പറന്ന് വെള്ളത്തിൽ പോകും. പിന്നെ അത് വെറുതെ നിങ്ങൾ കരിമീൻ പറയും ഇത്രയും നേരമായി ഞാനിവിടെ ഇരിക്കുക, ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് പറഞ്ഞു. ഉള്ള കാര്യം പറഞ്ഞു. ഏഴ് സീറ്റ് ഉണ്ട്. 7 സീറ്റ് മൊത്തം 7 സീറ്റ് ഉണ്ട്. 7 പേർക്ക് കയറാം. 2, 4, 6, ഫ്രണ്ടിലൊരു സീറ്റ്, ഡ്രൈവർ ഉൾപ്പെടെ 7 സീറ്റ്. 7 ആ കയറ് 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 കയറ്. അലങ്കാരാണ് അലങ്കാരാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം കേട്ടോ. ഇതൊക്കെ മാറ്റി, ഈ ഫോണും ഇതെല്ലാം മാറ്റി. ആ
ജാക്കറ്റ് കൊടു, ലൈഫ് ജാക്കറ്റ്. ജാക്കറ്റ് ഇടൂ. എല്ലാവരും ജാക്കറ്റ് ഇടൂ. ലൈഫ് ജാക്കറ്റ് ഇടൂ. 7 പേര്, 6 പേര്, 6 പേർക്ക് 6 ജാക്കറ്റ് ഇട്. റോയ്സനുണ്ട്. അയ്യോ എന്നെ എന്ന് വിളിക്കരുത് കേട്ടോ ഇടയ്ക്ക്. ആ കയറിക്കോടാ കയറിക്കോ. ആ കയറിക്കോ. അലം കയറി. അടുത്ത ആൽവിൻ കയറി. നോയലും കയറി. നോയല് കയറി. ഒരു ജാക്കറ്റും കൂടി ഉണ്ടോ? ആ ഒരു ജാക്കറ്റും കൂടി കൊടുക്കും. ആ പിടിച്ചിരുന്നോളാട്ടാ. നിങ്ങളെ ഫോണൊക്കെ ഇവിടെ വെച്ചിട്ട് പോയിക്കോ. അല്ലെങ്കിൽ എത്ര കിലോമീറ്റർ പോവും? 10 കിലോമീറ്റർ അല്ലേ? 10 കിലോമീറ്റർ എവിടെ? ഈ ഇതിലുണ്ട്. ഇത് ഈ കയ്യിൽ മൊത്തം. റോയ്സൻ കയറിയാണ്. റോയ്സൻ കയറി. ബാക്കിൽ താഴും. ഇത് പൊങ്ങിയേക്കും. ആ വെയിറ്റ് ഉള്ള ആളുകളാണ് വരുന്നത്. ഇങ്ങനെയുണ്ടാ വെയിറ്റ് ബാലൻസ് നോക്കിക്കോട്ടെ. വെയിറ്റ് ബാലൻസ് അത് നോക്ക്. ആ ഫുള്ളാണ്. ആ സ്നേഹനെ പിടിച്ചെറുക്ക്. ആ പിടിച്ച അവിടെ പൈപ്പിലെ ചവിട്ടെ. പൈപ്പിലേ ആ എന്നിട്ട് ഇറങ്ങിക്കോ. പതുക്കെ ഇറങ്ങിക്കോ. ആ ഇറങ്ങി. പൈപ്പിൽ ചവിട്ട്. പിന്നെ ബോട്ടിൽ ചവിട്ട്. ആ ആ അങ്ങോട്ട് ഇറങ്ങിക്കോ. ഓ ഓളം കൂടുതലാണ്. ഭയങ്കര ഓളമാണ്. ആ ഭയങ്കര ഓളമുള്ള സമയമാണ്. വേലിയേറ്റ സമയമാണ്. വെള്ളം തെറിക്കില്ല. നിങ്ങൾ തെറിപ്പിക്കണ്ട. പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ? ഓ പിടിക്കാൻ എന്താ 10 കിലോമീറ്റർ പോവും. 10 കിലോമീറ്റർ ദൂരം ചുറ്റിക്കറങ്ങി വരും. ഇതേ പോവുകയാണ്. അവിടെ ആളിനകത്തൊന്നും അറിയത്തില്ലെന്ന്. പിന്നെ ഒന്നും അറിയില്ല. ആർക്കും ഇൻട്രസ്റ്റ് അത്രേ ഉള്ളൂ. പിള്ളേരുടെ അഭിലാഷം പൂർത്തിയായി. പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൂരെ കാഴ്ചയിലേക്ക് 10 കിലോമീറ്റർ കറങ്ങിയിട്ട് വരും. വെമ്പനാട്ട് കായൽ ഏഷ്യയിലെ ഏറ്റവും വലിയ കായൽ. വെമ്പനാട്ട് കായലിൽ
പിള്ളേർ അങ്ങനെ സ്പീഡ് ബോട്ടിൽ പോയി. ഓക്കെ, ദേവന്നെ നമ്മുടെ ബോട്ട് തന്നെ. ദേവന്നെ 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 ദേവോണ് ദേ. ഞാൻ ചോദിച്ചു വെച്ചിരിക്കുന്നു. വന്നോണ്ടിരിക്കുന്നു. ദേവന്നെ 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 കറക്കി അടിച്ചോന്നെ. കറങ്ങി അടിച്ചോന്നെ. കറങ്ങി അടിച്ച് വീണ്ടും വരേ. ദേവന്നെ തീർന്നാ 10 കിലോമീറ്റർ. 10 കിലോമീറ്റർ തീർന്നു. 10 കിലോമീറ്റർ തീർന്നു. ഓക്കെ, ഒന്നും കൂടി പോണോ? എങ്ങനെയായിട്ട് ഇവിടെ വന്നപ്പോ കൂടുതലായിട്ട് വിളിച്ചു. അതൊക്കെ നനഞ്ഞു വിളിച്ചതൊക്കെ കുഴപ്പമില്ല. അതൊക്കെ മേലെ കയറി അത് കാറ്റ് കൊടുക്കും. ഓ, എല്ലാവരും എത്തി. എല്ലാവരും സ്ഥലത്തെത്തി. പിടിച്ചോ കേറ്. പാടി ഇങ്ങോട്ട് കയറി. കൈ കൊടു. അലൻ കയറി. നോയല് തനിയെ കയറി. വീട്ടിൽ ചെന്ന് കുളിക്കണ്ടല്ലോ. തനിയെ ഇതെല്ലാം കൊണ്ടുപോകാനല്ലോ. പിന്നെ സേഫ്റ്റി കൊടുക്കുക അവരുടെ. സേഫ്റ്റി എല്ലാം കൊടുക്കും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് തോന്നിയത്? യാത്രയിൽ എന്താണ് തോന്നിയത്? അടിപൊളിയായിരുന്നു. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. നല്ല കാറ്റും എല്ലാരും കണ്ടൊന്ന് പോവാൻ പറ്റും സ്പീഡില്. രസകരമായിരുന്നു. നല്ല സ്പീഡായിരുന്നു. അയ്യോ, ആരെങ്കിലും അയ്യോ എന്നെ അപ്പോ അമ്മ ഒന്ന് വിളിച്ചോ? ഒന്നും വിളിച്ചില്ല. അതിനുള്ള സമയം കിട്ടിയില്ല. കിളിച്ചുണ്ടനാണ്. കിളിച്ചുണ്ടന്റെ വേറൊരു ടൈപ്പാണ്. ബഡ് ചെയ്താണ്. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹോസ്റ്റലും കാര്യങ്ങളും. നീന്തൽ പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ഒളിമ്പിക്സിന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്.
സ്പോർട്സിനൊക്കെ ഉള്ള പിള്ളേരാണ് കുട്ടികളൊക്കെ. ഇതെല്ലാം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇതെല്ലാം കാണുമായിരിക്കും കേട്ടോ. ഫുട്ബോളും ബാസ്കറ്റ്ബോളും. അതിന്റെ ഫോട്ടോ അത് മൊത്തം മാറിപ്പോയെങ്കിലേ ഓ എനിക്ക് വയ്യ. കൂട്ടുകാരുടെ അടുക്കോ കൂട്ടുകാരുടെ അടുക്കോ ഇവിടെ ഇടാം. മാവ് കുഴച്ചു ആ എല്ലാം നമ്മളെല്ലാം ശരിയാക്കി കൊടുക്കും. പോരപ്പോ പിള്ളേരെ വിളിക്ക്, പിള്ളേരെ വിളിക്ക്. മക്കളെ വാ. മക്കള് വന്നാലേ നമുക്ക് ഫോട്ടോ മക്കള് വരുന്നതിന് പ്ലേറ്റ് കാണിക്കുന്നു. അതേത് വഴിക്കൂടെ ഞൊണ്ടിക്കൊണ്ട് പോകുന്നറിയില്ല. പഴംപൊരി ചിലപ്പോ അപ്പുറത്തൂടെ കയറി സ്പെഷ്യൽ ക്ലാസ്സാണ്. വെള്ളത്തിനെ പറയണം. ടേസ്റ്റ് നോക്കുന്നവരൊക്കെ വരുന്നുണ്ടോ? ടേസ്റ്റ് പറയുന്നവരൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാണ്.